ശ്രീ പി വി അൻവർ, ഇവിടെ വനം കൂട്ടിയെടുക്കുന്നു ഇല്ലെങ്കിൽ വനം ഇറക്കിക്കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് അതിന്റെ ഉദ്ദേശം ഇല്ലെങ്കിൽ അതായത് രണ്ട് വകുപ്പുകൾ തമ്മിൽ, ഒരേ സർക്കാരിന്റെ ഉള്ളിൽ നിൽക്കുന്ന രണ്ട് വകുപ്പുകൾ തമ്മിലാണ് ഈ പ്രശ്നം വരുന്നത്. സർക്കാർ മാറി വരികയാണെങ്കിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന സർക്കാരിനെങ്കിലും പറയാം. ഇത് അങ്ങനെയുമല്ല. ഇപ്പോഴും ഈ മിച്ചഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ വനം ഈ വിസ്താരം കൂട്ടുന്നത് കൊണ്ട് ഇങ്ങനെ ബാധിക്കപ്പെടുന്ന മനുഷ്യരെ ഇവർ കാണുന്നില്ലേ? ഇപ്പോഴും ഇവരെ നിരത്തിൽ നിർത്തിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ആ 4 സെന്റിന് വേണ്ടി മനുഷ്യർ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ നാണക്കേട് സ്റ്റേറ്റിന് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അല്ല, അതില് നാണക്കേടായിട്ടും അതൊരു മനുഷ്യത്വരഹിതമായ ഒരു നടപടിയായിട്ടൊക്കെ നമുക്ക് തോന്നുമായിരിക്കാം. പക്ഷെ ഇതൊന്നും തോന്നുന്നില്ലല്ലോ ഗവൺമെന്റില്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ പറഞ്ഞ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതിന്റെ ഫൈനൽ അതോറിറ്റി ആരാ? റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷെ ഇവിടെ നേരെ തിരികെയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ ഭൂമിയാന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ചീഫ് സെക്രട്ടേറിയറ്റ് ഒഴിഞ്ഞു കൊടുക്കും എന്ന് പറയുന്ന അതേ അവസ്ഥയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നിലമ്പൂരിൽ തന്നെ ഇപ്പൊ മുണ്ടേരി ഫാം 1500 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ഇതിൽ 650ഓളം ഏക്കർ ഭൂമി EFL ആയി ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുത്തുപോയി. സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റോ കൃഷി വകുപ്പോ അതിനെതിരെ ഒരു അപ്പീൽ പോലും, ഒരു സ്റ്റേ പോലും വാങ്ങിയിട്ടില്ല. അവിടുന്ന് തുടങ്ങി ഇപ്പോ നിങ്ങൾ ഈ പറയുന്ന മുണ്ടൂരിലെയൊക്കെ 5 സെന്റിലേക്ക് ഇവർ ഇറങ്ങി വരികയാണ്. ഇവർക്ക് ഓരോ വർഷവും ഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിച്ച് അത് കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അതിന് ഇവരുടെ താല്പര്യം എന്താണ്? ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഒരു കള്ളക്കളി. ഇത് കേരളം ഒട്ടോകം നിൽക്കുകയാണ്. ഈ വെസ്റ്റഡ് ഫോറസ്റ്റിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾക്ക് മാത്രം, സ്റ്റേറ്റിന് മാത്രമുള്ള വിഷയമാണ്. കാരണം മുമ്പ് ഈ പറയുന്ന empty ആയി കിടന്നിരുന്ന മിച്ചഭൂമികൾ, പാറയും കൃഷി ചെയ്യാതെ കിടന്നത് ഫോറസ്റ്റ് വൽക്കരണത്തിന് വേണ്ടിയിട്ട് സർക്കാർ വിട്ടുകൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വന്യമൃഗ ആക്രമണം ഇത്ര രൂക്ഷമാകുന്നത്. മനുഷ്യവാസ പ്രദേശത്ത് ഫോറസ്റ്റ് ഉണ്ടാക്കുകയാണ് ഈ വെസ്റ്റേൺ ഫോറസ്റ്റേഷൻ കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായത്. ഇത് തമിഴ്നാട്ടിൽ പോയാൽ കാണാൻ കഴിയില്ല, ആന്ധ്രയിൽ പോയാൽ കാണാൻ കഴിയില്ല, കർണാടകയിൽ കാണാൻ കഴിയില്ല. ഇവിടെ ജനങ്ങൾ താമസിച്ചിരുന്ന വില്ലേജുകളുടെ ബാക്കി പത്രമായി കറന്ന് സർക്കാരിന്റെ കയ്യിൽ empty ആയി കിടന്നിരുന്ന ഭൂമികൾ ഒരു കാലഘട്ടത്തിൽ ഫോറസ്റ്റ് മരം വെച്ച് പിടിപ്പിക്കാൻ ഫോറസ്റ്റിന് കൈമാറിയ അന്ന് തുടങ്ങിയ ദുരന്തം ഇപ്പൊ ഇവർക്ക് ആക്രാന്തമാണ്. ഇവർക്ക് ഭൂമി വർദ്ധിപ്പിക്കാനുള്ളത്. അതിലിപ്പോ 2 സെന്റാണ് മുണ്ടൂർക്കാരെ കയ്യിലെങ്കിൽ അത് അവർ പിടിച്ചു വാങ്ങും. ഇവിടെ ഗവൺമെന്റ് ഇടപെടണ്ടേ? ഒരു ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കയറി ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ വനംവകുപ്പിന്റെ അഭിഭാഷകൻ തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, സർക്കാരിന്റെ 2 വകുപ്പുകൾ തമ്മിലുള്ള ആശയവിനിമയമാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ. ശ്രീ അൻവർ, ഈ ഒലവക്കോട് ഭാഗത്ത്, ഒലവക്കോട് റേഞ്ചിലൊക്കെയുള്ള ശരിയായ ഇഷ്യൂ എന്താണ്? അതായത് 71-ലെ നിയമത്തിൽ ചിലത് മാത്രമാണ് നടപ്പാക്കാൻ ശ്രമിച്ചത്, അതുകൊണ്ടുണ്ടായിരിക്കുന്ന വിഷയങ്ങളാണ് എന്നൊക്കെ പറയുന്നതിലെ കാര്യം എന്താണ്? അല്ല, അതെന്താ അടിസ്ഥാനമുള്ളത്? ഈ ഒലവക്കോടൊക്കെ ഈ ഭൂമി ആർമിച്ച ഭൂമിയായി പതിച്ചു കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് തന്നെയല്ലേ? എത്രയോ വർഷങ്ങളായിട്ട് താമസിക്കുന്ന മനുഷ്യരല്ലേ? ഇവരെ 10, 25, 30 വർഷം കഴിഞ്ഞിട്ട് സർക്കാർ അവർക്ക് കൊടുത്തൊരു ഭൂമിയിൽ ആ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് വരാനുള്ള എന്ത് റൈറ്റാണ് ഇവർക്കുള്ളത്? എവിടെയാണ് മുഖ്യമന്ത്രി? എവിടെയാണ് ഒരു ഗവൺമെന്റ്? 4 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് കയറി വന്നുകൊണ്ട് ജീവിച്ചു നിൽക്കുന്ന ഈ കഷ്ടപ്പാടിലും ദുരിതത്തിലുമായ ഈ 5 സെന്റുകാരനെ ഇറക്കി വിടാനും അവരെങ്ങനെയാണ് പോയിട്ട് റവന്യൂ ഓഫീസിൽ, വില്ലേജ് ഓഫീസിൽ തഹസിൽദാരോട് നികുതി എടുക്കണ്ട എന്ന് എങ്ങനെയാ പറയാ? അതിന് അവർക്ക് എന്താ അധികാരമുള്ളത്? നികുതി എടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ആണ്. അവരോട് ഇത് കൽപ്പിക്കാനുള്ള അധികാരം ഫോറസ്റ്റിനാരാ കൊടുത്തിട്ടുള്ളത്? അവിടെയാണ് ഇതിന്റെ വിഷയം. ഇതിന്റെ കാതലായ വിഷയം എന്ന് ഞാൻ ഈ പറയുന്നത് ഇതിന്റെ മുകളിലാണ്. അത് ഗവൺമെന്റാണ്, മുഖ്യമന്ത്രി ഇടപെടണ്ടേ? സർക്കാർ ആലോചിക്കണ്ടേ? റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഭൂമിയുടെ കാര്യത്തിൽ അതിന്റെ അതോറിറ്റിയായി സർക്കാർ ശമ്പളം കൊടുക്കുന്ന അവരോട് കാട് നോക്കുന്നവ വന്നിട്ട് പറയാ ഈ ഭൂമിയുടെ അവകാശം ഞങ്ങൾക്കാണെന്ന്, അത് അംഗീകരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഇനി കേരളത്തിൽ ഭൂമി ബാക്കിയുണ്ടാവില്ല. ഒരാൾക്കും ഒരു നിലയും വിലയില്ല, ഒരു ഡോക്യുമെന്റിനും. ഇവർ കൊണ്ടുവരുന്ന, ഞാൻ ഈ പറഞ്ഞ ഏതോ ഒരു കാലത്തുള്ള ഒരു സ്കെച്ചുമായി ഇവർ നടക്കുക. അത് അംഗീകരിച്ചു കൊടുത്തു പോയാൽ കേരളത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവനും ഇവരെ എൻക്രോച്ച് ചെയ്യും.